Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you all doing? I believe all of you doing well. നമ്മുടെ ജീവിതത്തിലെ ദുഃഖമെല്ലാം സന്തോഷമായി മാറുന്നു. All of the sorrows in our life are going to be turned to joy. നിങ്ങൾ ഇന്നും ഒരു സോറോസിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, If you are going through sorrows to this day, എല്ലാം കർത്താവ് മാറ്റാൻ പോകും. let me tell you, the Lord is going to take it all away. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസവും യേശു എടുത്തു കളയും. And Jesus is going to take away all of the struggles in your life. The hope of eternal life. നിത്യജീവന്റെ പ്രത്യാശ. നമുക്ക് വേണ്ടിയതാ നിത്യജീവന്റെ പ്രത്യാശയാണ്. What we need is the hope for eternal life. John chapter 11 verse 25 and 26. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. യേശു അവളോട്, മാർത്തയോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Jesus said unto Martha, I am the resurrection and the life. He that believes on me, though he die, yet shall he live. The death is very precious to God. മരണം ദൈവത്തിന്റെ കണ്ണിൽ വിലയേറിയതാകുന്നു. വിശ്വാസികളായ നമുക്ക് ഒരു ഉറപ്പുണ്ട്. As believers, we are certain of this. യേശു എപ്പോഴും ഉറപ്പോടെ സംസാരിക്കുമായിരുന്നു. Jesus would always speak with surety. യേശുവിന്റെ വാക്കുകൾക്കകത്ത് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. And in all the words that Jesus spoke, there was something attractive in it. അവന്റെ വാക്കുകൾ ജീവിപ്പിക്കുന്നതായി മാറി. And his words were words that brought alive. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, I would always wonder. ആ യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, And as that same Jesus comes into our hearts, നമ്മുടെ വാക്കുകളുടെ ശക്തി ഭയങ്കരമാണ്. the power of our words are great. നമ്മുടെ വാക്കുകളുടെ പവർ, അതോറിറ്റി വലുതാണ്. The power and authority of our words are immense and great. യേശു അവളോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. Jesus said unto her, I am the resurrection and life. നമ്മുടെ ജീവിതത്തിലെ മരണം ഒരു അവസാനമല്ല. In our life, death is not the end. ക്രിസ്തുവിനോടുകൂടെയുള്ള ഒരു നിത്യ ജീവനിലേക്കുള്ള മാറ്റമാണ് സംഭവിക്കുന്നത്. A change where we are transformed into the life of Jesus is what's going to happen. എപ്പോഴും the hope of eternal life. At all times we need to have the hope of eternal life. ആ നിത്യ ജീവന്റെ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. We must always have the hope for eternal life. ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള എഗ്രിമെന്റ് അല്ല. It is not a short term agreement. യുഗമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. It is an agreement from age to age. നാം രക്ഷിക്കപ്പെടുമ്പോൾ, and as we get saved, നാം സ്നാനപ്പെടുമ്പോൾ, and as we are baptized, നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ, and when we receive the anointing of the Holy Spirit, ജീവിതം മുഴുവൻ മാറുകയാണ്. our lives are turning around entirely. കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. There is nothing impossible for the Lord. നിങ്ങളുടെ ജീവിതം, your life, ഒരു സന്തോഷകരമാക്കി, it is going to be turned to a joyful life, സൗഖ്യമുള്ളതാക്കി, a life of healing. കർത്താവ് മാറ്റാൻ പോകുന്നു. The Lord is going to turn your life into such. ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. Behold, I am doing something new. പുതിയ അനുഭവങ്ങൾ ഒരുക്കി തരുന്നു. And he is preparing new experiences for you. നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. Let your hope increase. ആ നിത്യ ജീവനെ കുറിച്ചുള്ള ചിന്ത, the thought about eternal life, ആ ഉറപ്പ്, that certainty, നാം കരസ്ഥമാക്കണം. we need to take hold of it. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for you. നമ്മുടെ രക്ഷ, our salvation, ഒരു ചെറിയ കാര്യമല്ല. it is not a silly thing. നാം എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. We should always have it in our mind. ഒരു സഭയ്ക്കും, no church, ഒരു പാസ്റ്റർക്കും, no pastor ആരെ രക്ഷിക്കാൻ കഴിയില്ല. can ever save anyone. പരിശുദ്ധാത്മാവ് എഴുതിയ ഈ വചനം, the word that was written by the Holy Spirit, അതനുസരിച്ചാൽ, and if you're obedient to that word, പരിശുദ്ധാത്മാവ് പറഞ്ഞ സ്വർഗ്ഗത്തിൽ പോകുവാൻ കഴിയും. you will be able to reach the heaven that is spoken of by the Holy Spirit. ഇതുവരെ കർത്താവിനെ സ്വീകരിക്കാത്തവർ, all those who have not yet received the Lord, യേശുവിന്റെ വാക്കനുസരിക്കാത്തവർ, സ്നാനപ്പെടാത്തവർ, all those who are not yet obedient to the word of Jesus and have been baptized,
വേഗത്തിൽ നിങ്ങൾ അതനുസരിക്കുക. very quickly you got to be obedient and ഇത് take a decision. മനുഷ്യന്റെ തല്ലുത്. This is not from man. മനുഷ്യനെ പ്രസാദിപ്പിക്കാനുമല്ല. This is not intended to please ഇത് man. ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. This is intended to please God. യേശുവിന്റെ നാമത്തിൽ In Jesus' name. ഈ കേൾക്കുന്ന ജനത്തെ ബ്ലസ് ചെയ്യും. I bless this people who are listening to me. ജനത്തിന്റെ മേൽ Upon this people, ഒരു വലിയ വിടുതൽ, a great deliverance, ഒരു വലിയ അനുഗ്രഹം, a great blessing. ഇതെല്ലാം കർത്താവ് കൽപ്പിക്കണമേ. Oh Lord, decree all of it upon them. ഇപ്പോൾ മുതൽ From now on, ഒരു വലിയ വ്യത്യാസം a great change. ദൈവം കൽപ്പിക്കണം. Oh Lord, decree it. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. ഇന്നത്തെ ഈ വചനം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ And as you've listened to this word today, നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകും. let me tell you, your life is going to turn around. ആമേൻ. നിങ്ങൾ ആ കേട്ട വചനം അനുസരിപ്പാൻ തയ്യാറാകുക. And you got to make yourself ready to be obedient to the word that you listened. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen.